കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ദിവസവും എള്ള് ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് എള്ള് തന്നെയാണ്. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 250 ml കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. കല്ലൊക്കെ ഉള്ള എള്ളാണെങ്കിൽ കഴുകി അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് നിരത്തിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഫാനിൻ്റെ അടിയിലോ മറ്റോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒപ്പിയെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്കൊരു 1/4 കപ്പോളം നിലക്കടല ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ വേണം വറുത്തെടുക്കാനായിട്ട്. വറുത്ത നിലക്കടലയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതിപ്പോൾ പച്ച നിലക്കടലയാണ്, അതുകൊണ്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. നിലക്കടല പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പോളം അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് റോസ്റ്റായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്തിരിക്കുന്നത് ബദാമാണ്. ഇതും 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെയും നിലക്കടലയുടെയും അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. ഇതും ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതെല്ലാം റോസ്റ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന എള്ള് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എള്ള് നല്ലപോലെ ചൂടായി പൊട്ടി തുടങ്ങും, അതുവരെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ എള്ള് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഏലക്ക കൂടി ചേർക്കാം. 8-10 ഏലക്ക തൊലി കളഞ്ഞ് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. എള്ളിൽ ധാരാളം അയേണും കാൽഷ്യവും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഇത് കഴിക്കാം. അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് എള്ള്. കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും എള്ള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതാ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം. കരിപ്പട്ടിയുടെ പൊടിയാണ് ഞാൻ എടുക്കുന്നത്. കരിപ്പട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കരയും എടുക്കാവുന്നതാണ്. പക്ഷേ ശർക്കരയേക്കാൾ നല്ലത് കരിപ്പട്ടിയാണ്. 250 ml കപ്പിന് 2 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ഒരുപാട് സമയം തിളപ്പിച്ച് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടാറിയ ഈ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ബദാമിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം. എള്ളും ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതും 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിലൊക്കെ പുറത്തേക്ക് വന്ന് ഇത് കട്ട കെട്ടിപ്പോകും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പോളം ചിരകിയ തേങ്ങയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ എള്ളുണ്ട കേട് വന്നു പോകും. നന്നായിട്ട് മൂത്താൽ മാത്രമേ നമുക്കിത് കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. തേങ്ങ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഉണ്ടല്ലോ, അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം തേങ്ങ. ഒരുപാട് സമയം തിളച്ച് കുറുകി പോകരുത്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം എള്ളൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്കിനി 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ വേണ്ടത് ചുക്കുപൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പോളം ഉണക്കമുന്തിരിയാണ്. ഇത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ആക്കിയാൽ മതി. ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. 2-3 എണ്ണം ദിവസം കഴിക്കാം. ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതൊരു വൃത്തിയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 1 മാസം വരെയൊക്കെ കേടാകാതെ പുറത്ത് സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.